പ്രിയ പിന്നെയും ടെൻഷനോടെ വാസിലേക്ക് നോക്കി. സമയം 2 മണിയാവുന്നു. ദൈവമേ, 3 മണിക്ക് അവർ വരുമെന്ന് പറഞ്ഞു. ഇന്ന് ഉച്ചവരെയാണ് ക്ലാസ്സിലൊന്നും ധൈര്യത്തില്ല. അവരോട് ഇന്നലെ വരാൻ പറഞ്ഞു. ഉച്ചയ്ക്ക് ക്ലാസ് വിട്ടതോ. പക്ഷെ കഷ്ടകാലത്തിന് പെട്ടെന്ന് കോളേജിൽ ഒരു കലിപ്പമാഷായ പ്രവീൺ സാർ കയറി വന്നു. ഒരേ പൂരം. കോളേജിലെ ഏറ്റവും കാർക്കശ്യക്കാരനായ മാഷാണ് പ്രവീൺ സാർ. കുട്ടികളെ വരച്ചവരിൽ നിർത്തി പഠിപ്പിക്കാൻ കഴിവുള്ള ആള്. കണക്ക് സാറാണ്. എക്സാം തുടങ്ങാറായി. ഇനിയും ക്ലാസ് വരെ ബാക്കിയുണ്ട്. അതുകൊണ്ട് പിന്നെ പോകാന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ തുടങ്ങിയായിരുന്നു. പഠിച്ചില്ലെങ്കിൽ അങ്ങേർക്ക് ഹാലിളകും. കുട്ടികളെ പഠിത്തത്തിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും അങ്ങനെ കാണിക്കില്ല. പക്ഷെ അതുകൊണ്ടൊരു ഗുണമുണ്ട്. എത്ര പഠിക്കാൻ മടിയുള്ള കുട്ടിയാണെങ്കിലും പ്രവീൺ സാറിൻ്റെ വിഷയമാണ് അങ്ങനെ പേടിച്ച് എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും മടിയൊക്കെ മാറ്റി പഠിച്ച് പാസ്സാവും. ആളിനെ കാണാനൊക്കെ നല്ല അടിപൊളിയാണ്. പക്ഷെ എന്ത് കാര്യം, ആ കലിപ്പുകാരൻ അങ്ങനെ വായി നോക്കാൻ പോയിട്ട് വെറുതെ നോക്കാൻ പോലും എല്ലാവർക്കും പേടിയാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? പ്രിയ നഖം കടിച്ചു. എന്തായാലും ഒന്ന് ചോദിച്ചു നോക്കാം. പ്രിയ പതുക്കെ എണീറ്റു. സാർ. എന്താ? വിളിയായിട്ട് പ്രവീൺ കലിപ്പിച്ചോന്ന് തിരിഞ്ഞു നോക്കി. ഒന്ന് വിളിച്ചെന്തിനാ ഇങ്ങനെ കലിപ്പിടുന്നു? ഭാവം കാണാൻ തോന്നും. സാറെന്ന് എന്തോ തെരുവിളിയാണെന്ന്. എന്നാ വിളിച്ചിട്ട് മിണ്ടാണ്ടിരിക്കുന്നേ? അത് കണ്ട് പ്രവീൺ പിന്നെയും ചോദിച്ചു. അത് പിന്നെ സാർ ഞാൻ വീട്ടിൽ പൊക്കോട്ടെ. എന്താ? കേൾക്കാൻ പാടില്ലാത്ത എന്തോ കേട്ട പോലെ പ്രവീൺ കണ്ണു വിഴിച്ചു. പ്രിയ അയാളുടെ ഭാവം കണ്ട് ഞെട്ടി. ഹലോ മിസ്റ്റർ, ഇങ്ങനെ ഞെട്ടാൻ ഞാൻ വീട്ടിൽ പോയിക്കോട്ടെ എന്നാ ചോദിച്ചു. അല്ല കള്ള് ഷാപ്പിൽ പോയിക്കോട്ടെ എന്നല്ല. എന്താ ചോദിച്ചു? വീട്ടിൽ പോയിക്കോട്ടെ എന്നോ? പ്രവീൺ പിന്നെയും ചോദിച്ചു. അതെ സാർ. എന്തിന്? അത് പിന്നെ ഒരത്യാവശ്യം ഉണ്ടായിരുന്നു. എന്താ അത്യാവശ്യം? അത് പറ സാർ. അത് പിന്നെ എന്നെ ഇന്ന് ഒരാള് ഒന്ന് പറയുന്നുണ്ടോ? പെണ്ണാണാൻ വരുന്നുണ്ട്. എന്താ? പ്രിയ പറഞ്ഞുടനെ ക്ലാസ് മുഴുവൻ ഒരു കോറസ്. പ്രിയ ചുറ്റും നോക്കി. കൂട്ടുകാരികൾ കണ്ണുമിഴിച്ചിരിക്കുന്നു. മറ്റു പെൺകുട്ടികൾ വായും പൊളിച്ച് നിൽക്കുന്നു. ആൺകുട്ടികൾ കരിഞ്ഞുണങ്ങിയ ഹൃദയവുമായി നിൽക്കുന്നു. എന്തിനേറെ പറയുന്നു, ക്ലാസ്സിലെ ഹൃദയമില്ലാത്ത വില്ലന്മാർ പോലും ഹൃദയവേദനയോടെ നോക്കി നിൽക്കുന്നു. യോ, എനിക്ക് ഇത്രയും ഫാൻസോ? പ്രിയൊന്ന് പുളം കൊണ്ട ശേഷം തിരിഞ്ഞു പ്രവീൺ മാഷെ നോക്കി. ലാവിഡ നോ എക്സ്പ്രഷൻ. കല്ലിന് കാറ്റടിച്ചാൽ പോലും ഇതിനേക്കാൾ ഭേദമായിരുന്നു. സാർ ഞാൻ പൊക്കോട്ടെ? പ്രിയ വീണ്ടും ചോദിച്ചു. എത്ര മണിക്കാണ് വരുമെന്ന് പറഞ്ഞു? അത് 3 മണിക്ക്. അല്ല, ഇയാൾ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ? പിന്നെ നിന്നോട് പെണ്ണുകാളില്? അങ്ങനെ ചോദിക്കും സാറേ. കരിഞ്ഞുണങ്ങിയ ഹൃദയങ്ങളുടെ മൈൻഡ് വോയിസ് വിലാപം. അയ്യോ സാർ, അത് പെണ്ണുകാണിൽ മാത്രമേ ഉള്ളൂ. കല്യാണം പഠിത്തം കഴിഞ്ഞാ. പ്രിയ വിശദീകരിച്ചു. എന്നാലും ഇപ്പൊ പോകാൻ പറ്റില്ല. താനോട് ഇരിക്കും. അയ്യോ സാർ, അത് ഇരിക്കാം. പ്രവീൺ ഫുൾ കലിപ്പും പുറത്തെടുത്ത് അലറി. പ്രിയ എഴുന്നേറ്റതിനേക്കാൾ സ്പീഡിലിരുന്നു. ബെഞ്ചിൽ നിന്ന് പ്രിയ ഞെളിപിരി കൊണ്ട്. എന്റെ ദൈവമേ, എപ്പോഴാണ് ഈ ക്ലാസ് ഒന്ന് കഴിയുക? സമയം 2:30 ഇന്ന് ഉച്ചവരെ ക്ലാസ് ഉള്ളതെന്ന ധൈര്യത്തിലാണ് ചെക്കനോടും കൂട്ടുകാരോടും വീട്ടുകാരും 3 മണിക്ക് വരാൻ പറഞ്ഞു. ഇനിയിപ്പോ എന്ത് ചെയ്യും? യോ, എന്റെ പെണ്ണുകാളിൽ ഇനി എപ്പോ വീട്ടിലെത്തും? വീട്ടിലെത്തിയിട്ട് എന്തൊക്കെ പണികളുണ്ട്. ആദ്യം വിശപ്പ് മാറ്റാൻ വേണ്ടി രാവിലത്തെ ബാക്കിയുള്ള ഒരു കുട്ടി പുട്ടടിക്കണം. അത് കഴിഞ്ഞ് പെണ്ണുകാണലിന് വേണ്ടി പുട്ടിയടിക്കണം. അപ്പൊ കുളിക്കണ്ടേ? വേണ്ട, അതിനൊന്നും സമയമില്ലടാ. തൽക്കാലം പെർഫ്യൂം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ എന്തൊക്കെ പണികളുണ്ട്. പ്രിയക്ക് ദേഷ്യവും സങ്കടവും എല്ലാം ഒരുമിച്ച് വരുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അവൾ ചാടി എണീറ്റു. എടോ കണക്ക് മാഷേ, താൻ ആരെന്നാണ് താൻ വിചാരം? ഇങ്ങനെ അലറി വിളിക്കാൻ തനിക്ക് ഒരു അസുഖമുണ്ടോ? ഇന്നെ കാണാൻ വരുന്ന സുന്ദരനും സുമുഖനും സൽസ്വഭാവമായിട്ടുള്ള ചെറുപ്പക്കാർ എന്നെ കാണാൻ അവിടെ ഹൃദയവേദനയോടെ ഇരിക്കണമെന്നാണല്ലോ താൻ പറയുന്നത്? സമ്മതിക്കൂലടാ, സമ്മതിക്കൂല. ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങിപ്പോവും. താൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ചെയ്യും. പ്രവീൺ നോക്കുമ്പോൾ പ്രിയ എഴുന്നേറ്റ് എന്ന് തന്നെ നോക്കി കണ്ണുരുട്ടുന്നു. എന്താണോ നോക്കി പേടിപ്പിക്കുന്നത്? ഞാൻ ഇരിക്കാൻ പറഞ്ഞ കേട്ടില്ല താൻ? പ്രിയ ഒന്ന് ഞെട്ടി. അപ്പോഴാണ് താൻ ഇതുവരെ പറഞ്ഞു മുഴുവൻ മനസ്സിൽ മാത്രമാണ് നമുക്ക് മനസ്സിലായത്. എന്താടോ? ഒന്നുമില്ല സാർ. ചുമരി കൂച്ചി പറഞ്ഞിട്ട് പ്രിയ വീണ്ടും ഇരുന്നു. സമയം കടന്നുപോയി. 3 മണി കഴിഞ്ഞപ്പോൾ പ്രിയക്ക് ഹൃദയം പൊട്ടിയോ. പാവോന്റെ ചെറുക്കൻ ഇപ്പൊ തന്നെ കാണാൻ ആക്രാന്തമൂത്ത് മാനസമൈനെ വരൂന്ന് പാടിക്കൊണ്ടിരിക്കുകയായിരിക്കും. കണക്ക് മാഷെ ദുഷ്ട അത്ര വിത്ര തവളാച്ചി നിന്റെ തലയിൽ പാമ്പ് കൊത്തും. ഏതായാലും 3 മണി കഴിഞ്ഞപ്പോൾ പ്രവീൺ കുട്ടികളോട് പോയിക്കോളാൻ പറഞ്ഞ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി. പ്രിയ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി ഓടി. എന്റെ പ്രാണനാഥ, ഞാനിതാ എത്തിക്കഴിഞ്ഞു. പെട്ടെന്ന് ബസ് കിട്ടിയത് കൊണ്ടും വീടധികം ദൂരം ഇല്ലാത്ത കൊണ്ടും പെട്ടെന്ന് തന്നെ വീട്ടിലെത്തി. പുറത്തുനിന്ന് നോക്കിയപ്പോൾ മുറ്റത്ത് കാറൊന്നും കാണുന്നില്ല. അയ്യോ, അവര് പോയോ? അയ്യോ, എന്റെ സുന്ദരനും സുമുഖനും സർവോപരി സൽഗുണ സമ്പന്ന അഭ്യസ്ത വിദ്യനുമായ ചെറുക്കൻ. എടോ കണക്ക് മാഷേ, ഇതിന് താൻ അനുഭവിക്കുമെടാ കുലടേ. തന്റെ കല്യാണത്തിന് അന്ന് തന്നെ പെണ്ണ് വേറെ തന്റെ കൂടെ ഒളിച്ചോടി പോകുമെടാ. എന്നാലും അച്ഛനും ഏട്ടനും ആർക്കെങ്കിലും തന്നെ കോളേജിൽ വന്ന് വിളിച്ചോണ്ട് വരായിരുന്നു. അങ്ങനെ കുറെ പ്രതീക്ഷിച്ചിരുന്നു, കണ്ടില്ല. വീട്ടിലേക്ക് കയറിയപ്പോ അമ്മ ഓടി വന്നു. എന്താടി വൈകിയത്? ഏതായാലും വേറെ റെഡി ആയിട്ട് വാ, അവരിപ്പോ എത്തും. അപ്പ അവരിതുവരെ വന്നില്ലേ അമ്മേ? ഇല്ല, വൈകുന്ന് പറഞ്ഞിരുന്നു.
പിന്നെ ഒന്നും ആലോചിച്ചില്ല. പെട്ടെന്ന് തന്നെ റെഡിയായി, കുളിക്കാതെ പെർഫ്യൂം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കിയെങ്കിൽ അമ്മ സമ്മതിച്ചില്ല. അങ്ങനെ കുളിച്ചിട്ട് തന്നെ റെഡിയായി. അങ്ങനെ കൃത്യം 4-4:30 മണിയായപ്പോൾ പ്രിയയുടെ വീടിന് മുമ്പിൽ കാർ വന്ന് നിന്നു. കാറിൽ നിന്ന് ചെറുക്കൻ്റെ അച്ഛനും അമ്മയും പെങ്ങളും അവസാനം ചെറുക്കിന് ഇറങ്ങി. പ്രിയയുടെ അച്ഛനും ചേട്ടനും ഓടിച്ചെന്ന് അവരെ സ്വീകരിച്ച് വീട്ടിൽ കയറ്റിയിരുത്തി. കുറച്ചു നേരം അവരെന്തൊക്കെയോ സംസാരിച്ചു. എന്നാൽ പിന്നെ കുട്ടിയെ വിളിക്കാന്ന് പറഞ്ഞു. അമ്മ പ്രിയയുടെ കയ്യിൽ ചായ കൊടുത്ത് പറഞ്ഞു വിട്ടു. പ്രിയ നമ്രമുഖിയായി മന്ദം നടന്ന് അവരുടെ അടുത്തെത്തി. ആദ്യം ചെറുക്കൻ്റെ അമ്മയ്ക്കും അച്ഛനും പെങ്ങൾക്കും ചായ കൊടുത്തു. അവസാനം ചെറുക്കൻ്റെ അടുത്തെത്തി. നന്നായി നോയിക്കോ മോളെ, അവസാനേ കണ്ടില്ല എന്ന് പറയരുത്. ചെറുക്കൻ്റെ അച്ഛൻ പറയുന്ന കേട്ടപ്പോൾ അവൾ ലജ്ജയോടെ മുഖമുയർത്തി ചെറുക്കനെ നോക്കി. ഒരു നിമിഷം അവൾ നിന്ന നിൽപ്പിലൊന്ന് ഞെട്ടി. എന്റെ ദൈവമേ, പ്രവീൺ മാഷ് ഇങ്ങനെയാണോ എന്നെ പെണ്ണാണോ വരുന്നെന്ന് പറഞ്ഞു. അപ്പൊ ചുമ്മാതല്ല, ഞാൻ ചെക്കൻ്റെ ഫോട്ടോ ചോദിച്ചിട്ട് സർപ്രൈസ് ആണെന്ന് പറഞ്ഞ് ആരും കാണിച്ചു തരാത്ത. എന്നാലും എന്റെ ദൈവേ, എങ്ങനെ ഞാൻ ഈ കലിപ്പന്റെ കൂടെ ജീവിക്കും? ഇല്ല, ഈ വിവാഹം നടക്കില്ല. നെഹി എന്ന് പറഞ്ഞാൽ നെഹി. പ്രിയ വിറക്കുന്ന കൈകളോടെ പ്രവീണിന് ചായ കൊടുത്തു. അതിനിടയിൽ അവൾ അയാളൊന്ന് പാളി നോക്കി. ക്ലാസ്സിൽ കാണുന്ന പോലെയല്ല, നല്ല സൗമ്യ ഭാവത്തിലാണ് ഇരിക്കുന്നത്. ഷർട്ടും മുണ്ടുമാണ് വേഷം. ആകെ കൂടി നല്ല വിനയവും ലാളിത്യവും. പ്രിയ. എങ്കിലും പ്രിയയുടെ പേടി മാറിയില്ല. അപ്പൊ പിന്നെ പെണ്ണിനും ചെക്കിനും എന്തെങ്കിലും സംസാരിക്കണ്ടെങ്കിൽ സംസാരിച്ചോട്ടല്ലേ. ചായ കൂടി കഴിഞ്ഞ് ചെറുക്കൻ്റെ അച്ഛൻ്റെ വാക്കുകൾ കേൾക്കാൻ കാത്തുന്നുള്ള പ്രവീൺ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. ഒരു നിവൃത്തിയില്ലാതെ പ്രിയ പിന്നാലെ ചെന്നു. അവിടെ ചെന്നപ്പോൾ പ്രവീൺ വീടിന്റെ സൈഡിൽ ചുറ്റും നോക്കിക്കൊണ്ട് നിൽക്കുന്നു. പ്രിയ വലിയ താല്പര്യമില്ലാത്തവൾ അടുത്ത് നിന്ന് നിന്നു. പെട്ടെന്ന് പ്രവീൺ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. പ്രിയക്ക് ചെറിയൊരു അത്ഭുതം തോന്നി. പ്രവീൺ സാറിന് ഇങ്ങനെ ചിരിക്കാനൊക്കെ അറിയോ? ഞാൻ വിചാരിച്ചു അറിയുള്ള മാത്രമേ അറിയൂന്ന്. ഇയാളിപ്പോഴും എന്നെ കണ്ടതിന്റെ ഷോക്കിലാണ് തോന്നല്ലോ. പ്രവീൺ ചിരിയോടെ ചോദിച്ചു. അത് പിന്നെ സാർ ഞാൻ. പ്രിയ തപ്പി തടഞ്ഞു. പ്രവീൺ പിന്നെയും ചിരിച്ചു. താൻ പേടിക്കണ്ടോ, ഞാൻ താൻ വിചാരിക്കുന്ന പോലെ അത്ര വലിയ കലിപ്പനൊന്നല്ല. പിന്നെ ക്ലാസ്സിൽ അങ്ങനെ പെരുമാറുന്നു, അത് മനഃപൂർവ്വമാണ്. എൻ്റെ സ്റ്റുഡൻസ് എന്നെ പേടിച്ചെങ്കിലൊന്ന് പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. എൻ്റെ കുട്ടികൾ എന്നെ വെറുത്താലും സാരമില്ല, അവരുടെ ഭാവി നന്നായിരിക്കണം. പ്രിയ അത്ഭുതത്തോടെ അയാൾ പറയുന്ന കേട്ട് നിൽക്കുകയായിരുന്നു. ആദ്യമായിട്ടായിരുന്നു അവൾ ഇയാളുടെ ഇങ്ങനൊരു ഭാവം കാണുന്നത്. അയ്യോ, പ്രവീൺ സാർ ഇത്രയും വലിയൊരു നന്മവരായിരുന്നു. എന്നാലും കലിപ്പനല്ലല്ലോ, സമാധാനം. താരനോടൊന്നും പറയാത്ത. അത് പിന്നെ ഞാൻ സാറിന് എന്നെ ഇഷ്ടമായിരുന്നോ? ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല. ക്ലാസ്സിലുള്ള പെണ്ണുള്ള പെരുമാറ്റം കണ്ടപ്പോൾ ഒട്ടും തോന്നിയില്ല. പ്രവീൺ അത് കേട്ട് ചിരിച്ചു. അത് പിന്നെ ക്ലാസ്സിൽ വെച്ച് എനിക്ക് എൻ്റെ സ്റ്റുഡൻറ്റിനെ വായി നോക്കാൻ പറ്റുമോ? പ്രിയക്കും അറിയാതെ ചിരി വന്നു. പിന്നെ ഇന്ന് തന്നെ ഉച്ചയ്ക്ക് വിടാതിരുന്നേ. പെണ്ണ് കാണാൻ വരുന്നത് ഞാൻ തന്നെയാണോന്ന് ഓർത്തിട്ടാ. അല്ലായിരുന്നു നീ ഉറപ്പായിട്ടും വിടുമായിരുന്നു. പ്രിയ അത് കേട്ട് ചെറിയൊരു നാണത്തോടെ മുഖം കുനിച്ചു. അതുകൊണ്ട് തനിക്കെന്നെ ഇഷ്ടമായോ? അത് സാർ. പ്രിയ എന്തു പറയണമെന്നറിയാതെ പതറി. ഓക്കെ ഇപ്പോൾ പറയണ്ട, പിന്നീട് വീട്ടുകാരോട് പറഞ്ഞിട്ട് എന്നെ അറിയിച്ചാൽ മതി. പ്രിയ ആശ്വാസത്തോടെ തലയാട്ടി. ശരി, എന്നാ ഞാൻ ചെല്ലട്ടെ. പ്രവീൺ തിരിഞ്ഞടന്നു. എന്താ? അല്ല, എന്നാലും സാറിനൊരു സൂചനകൾ തരായിരുന്നു. ഇതിപ്പോ അല്ല, സാർ നേരത്തെ വിടണമെന്ന് പറഞ്ഞിട്ട് വിടാതായപ്പോ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ഞാൻ സാറിന്റെ കല്യാണത്തിന്റെ തലേ ദിവസം സാറിന്റെ പെണ്ണ് വേറെ ആരുടെയും കൂടെ ഒളിച്ചോടി പോയെന്ന് പ്രാഗിയിരുന്നു. പ്രവീൺ അത് കേട്ട് ആദ്യം അന്തം വിട്ട് നിന്നു. പിന്നെ പെട്ടെന്ന് പൊട്ടിച്ചിരിച്ചു. യോ, അങ്ങനെ വല്ല പ്ലാനുണ്ട് ഇയാൾക്ക്? പ്രിയ ചിരിയോടെ ഇല്ലെന്ന് തലയാട്ടി. പ്രവീൺ ചിരിച്ചുകൊണ്ട് തിരിച്ചടക്കാതെ ഒരുങ്ങി. പെട്ടെന്ന് തിരിച്ച് പ്രിയയുടെ അടുത്തേക്ക് വന്നു. പിന്നെ ഇതുപോലെ ഒന്നും ആരെയും പ്രാകൃതി കേട്ടോ, അത് നിസ്സാരല്ല. എൻ്റെ കുടുംബത്തിൽ തന്നെ ഒരു പയ്യൻ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പം അവൻ അനുഭവിച്ച വേദന അപമാനം ഞാൻ നേരിട്ട് കണ്ടതാ. അത് സാർ, ഞാൻ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ. ഓട്ടെ, സാരല്ല. ഇനി ഇങ്ങനെയെന്നല്ല, എങ്ങനെയും ആരെയും പ്രാകരുത്. ആർക്കും ഒരു വിഷമവും ദോഷവും വരാൻ നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല, കേട്ടല്ലോ. അവൾ തലയാട്ടി. അവ ശരി, ഞാൻ ചെല്ലട്ടെ. അപ്പം എന്നെ ഇഷ്ടമാണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ അറിയിച്ചാൽ മതി. പറഞ്ഞിട്ട് പ്രവീൺ തിരിഞ്ഞടക്കുമ്പോൾ പ്രിയയുടെ മുഖത്ത് നാണവും സന്തോഷവും കലർന്നൊരു പുൻസിരി വിരിഞ്ഞിരുന്നു.